ഏതു നിമിഷം എങ്ങനെയാണ് മരണം നിന്നെ തേടി വരുന്നതെന്നറിയില്ല. മലക്ക് അസ്റായീൽ എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. ആഘോഷവും അടിച്ചുപൊളിയും മോഹങ്ങളും സ്വപ്നങ്ങളുമല്ല, ഇടുത്തി വീടുന്നത് പോലെ മരണം തേടി വരികയാണ്. എപ്പോഴാണ് വരുന്നതെന്നറിയില്ലടോ. പ്രായം വേണ്ട, രോഗം വേണ്ട, മുടി നരയ്ക്കണ്ട, ക്യാൻസറും ട്യൂമറും വന്നവര് മാത്രമല്ല മരിക്കുന്നത്. പഠിച്ചവനെ ഇന്ന് ഞാൻ റബ്ബേ, ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ പരിസരത്തല്ലേ 40 വയസ്സുള്ള ഒരു സഖാഫി ഉസ്താദ് ദുഹർ നിസ്കരിച്ചതാ സഹോദരാ. ഇന്ന് പടച്ചവനെ ഒരു മരണ വാർത്ത എറിഞ്ഞു. അല്ലാഹുവേ, ദുഹർ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ഉസ്താദ് അല്ലാഹുവിന്റെ വിളിക്ക് മുമ്പിൽ തലതാഴ്ത്തി യാത്രയായിരിക്കുകയാണ്. റബ്ബേ, ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അല്ലാ. ഉസ്താദിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചിന്തയുമില്ലടോ. ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. ഇന്ന് തൊടുന്നതും പിടിക്കുന്നതും പാപമല്ല. ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് പാപമല്ല. ഒരു പെണ്ണിന്റെ കൂടെ നടക്കുന്നത് പാപമല്ല. ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പാണ്, ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പാണ്. ഇല്ലടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ. വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചരിക്കരുതെന്നല്ല, ആ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്നത് പോലും ചെയ്യല്ലേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പടന്ന് ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇന്ന് തെറ്റു ചെയ്യാൻ അവസരം വല്ലാത്ത കൂടുതലാണ്. ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങളാകട്ടെ, ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലെ മോഹമെന്താ? സ്വർഗത്തിൽ പോകണമെന്നല്ലേ? അതിനു വേണ്ടിയല്ലേ നമ്മളൊക്കെ പരിശ്രമിക്കുന്നത്? അല്ലാഹുവേ, എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, നിസ്കരിക്കുന്നവനൊരു സ്വർഗം, നോമ്പ് പിടിക്കുന്നവനൊരു സ്വർഗം, സദഖ കൊടുക്കുന്നവനൊരു സ്വർഗം, ഹജ്ജ് ചെയ്യുന്നവന് ഒരു സ്വർഗം. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഹാഫിളുണ്ടല്ലോ, അവനൊരു സ്വർഗമുണ്ട്. എല്ലാവർക്കും അല്ലാഹു പറഞ്ഞത് ഒരു സ്വർഗമുണ്ടെന്ന, എല്ലാവർക്കും ഒരു സ്വർഗമേ ഉള്ളൂ.